നമസ്കാരം. കോൺഗ്രസ് എന്തോ ഒരു മാങ്ങാത്തൊലിയിലെ പാർട്ടിയാണെന്നല്ലേ സതീശൻ പറയാറുള്ളത്? അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഇതിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. വി.ഡി. സതീശനോ കെ സുധാകരനോ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് അംഗീകരിക്കുന്നവരല്ല കോൺഗ്രസ് ഉള്ളത്. ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ചെറുപ്പക്കാർ വരെ ചോദിക്കും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിക്കും. ഇത് CPM പോലത്തെ ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിലുണ്ടാവും. അതെ, ജനാധിപത്യ മാങ്ങാത്തൊലിയുടെ പാർട്ടി. അങ്ങനെ ജനാധിപത്യ മാങ്ങാത്തൊലിയുടെ പാർട്ടിയുടെ ഒരു പുതിയ തീരുമാനം വന്നിട്ടുണ്ട്. പരസ്യ പ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിക്ക് KPCC നേതൃത്വം. KPCC അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ JS അഖിലിനെ ഔദ്യോഗിക മീഡിയ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ന്യൂസ് 18 കേരളം പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത JS അഖിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. പ്രതികാര നടപടി എന്നാണ് JS അഖിലിന്റെ പ്രതികരണം. കേട്ടോ, തലസ്ഥാനത്തെ യൂത്ത് നേതാവായിട്ടുള്ള JS അഖിലിനെ ആ ജനാധിപത്യ മാങ്ങാത്തൊലിയുടെ ഭാഗമായിട്ട് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മീഡിയ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ബാക്കി നടപടികൾ ഇപ്പോൾ പുറകെ വരും. പ്രശ്നം ഒറ്റക്കാരിയേ ഉള്ളൂ. സതീശ മേനോൻ എന്ന മാടമ്പിയെ വിമർശിച്ചു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ. അതിന്റെ ഭാഗമായിട്ട് വക്താവ് സ്ഥാനത്ത് നീക്കം ചെയ്തു. ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ബാക്കി പിന്നാലെ തമ്പ്രാൻ കൊടുത്തുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന മാങ്ങാത്തൊലി കോൺഗ്രസിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വന്നിട്ട് അദ്ദേഹം പരിഭ്രമിച്ചിങ്ങനെ വിറച്ച് മറുപടി പറയുന്ന കേൾക്കാനിടയായി. മാടമ്പിത്തരത്തിന്റെ തീവ്രത എത്രത്തോളം ശക്തമായിരിക്കുന്നു എന്ന് തെളിയുകയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത്. അതായത് തനിക്കെതിരെ നോട്ടം കൊണ്ട് പോലും ആരെങ്കിലും എതിർപ്പുണ്ടാക്കുകയാണെങ്കിൽ അവരെ എല്ലാം വെട്ടി നിരത്തുക, അവരുടെ ശബ്ദം ഇല്ലാതാക്കുക, പാർട്ടിക്കകത്ത് അവരെ ഏതെങ്കിലും മൂലയിലേക്ക് ഒതുക്കുക. ഇതിനു വേണ്ടി ഒരു കോക്കസ് ഗ്രൂപ്പ് സംഗീശൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കൊക്കെ സംഘപരിവാറുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയായിട്ടും സുഡാപ്പികളായിട്ടൊക്കെ സഹകരിക്കാൻ പറ്റുമോ അവർ മാത്രമുള്ള ഒരു കോൺഗ്രസ് മാത്രം മതി എന്നാണ് മാടമ്പി മേനോന്റെ ഇപ്പോഴത്തെ സ്വപ്നം. അതിനുവേണ്ടി ഇത്തരം വർഗീയ പാർട്ടിക്കാരെയും സതീശന്റെ നേതൃത്വത്തിൽ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഉള്ളവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന ആ ജനാധിപത്യ മാങ്ങാത്തൊലി പാർട്ടി ഇപ്പോ വർഗീയ പാർട്ടികളുടെ തോളിൽ പിടിച്ചാണ് എണീറ്റ് നിൽക്കേണ്ട അവസ്ഥ. ഒന്ന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. സത്യം പറയാൻ പാടില്ല, ന്യായം പറയാൻ പാടില്ല, ശരികേടുകളെ കുറിച്ച് ഉരിയാടരുത്. ഇതാണിപ്പോ സതീശ മേനോന്റെ കൽപ്പന. അതിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാനത്തെ JS അഖിൽ എന്ന പ്രമുഖ യൂത്ത് നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാര്യം നമുക്ക് വലിയൊരു എതിർപ്പായി മാറുമല്ലോ. ഈ തലസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രമുഖനായിട്ടുള്ള യൂത്ത് നേതാവാണ് JS അഖിൽ. മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രീണനം ഏത് സൈഡിലാണ്? അത് ജമാഅത്ത് ഇസ്ലാമിയെ സുഡാപ്പികളെ എല്ലാം ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തവരെ എല്ലാം പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും സുഡാപ്പികളുടെയും ഒക്കെ വക്താവായിട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലിന്റെ നയം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടിയാൽ ഉടനടി പ്രവർത്തിക്കുന്നത് ആരാണ്? മാടമ്പി സംഗീശനാണ്. കാര്യം മാടമ്പി സംഗീശനെ അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ മുഖേന ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പി ടീമുകളെ ഇതിലേക്ക് അടുപ്പിച്ച് നിർത്തി അവരുടെ വോട്ട് കൊണ്ട് എണീറ്റ് നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു ജോലി കൃത്യമായിട്ട് ഷാഫി ചെയ്യുന്നത് കൊണ്ട് ഷാഫിയെ പ്രൊട്ടക്ട് ചെയ്തേ മതിയാകൂ. ഷാഫി ചെയ്യുന്ന കൊള്ളരുതായ്മയെ കുറിച്ച് ആരെങ്കിലും ഒരു അക്ഷരം ഉരിയാടിയാൽ ഈ JS അഖിലിന്റെ അവസ്ഥയാണ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ഒരു സന്ദേശമായി പുറത്തു വരുന്നത്. എന്തായാലും ആ ജനാധിപത്യ മാങ്ങാത്തൊലി പാർട്ടിക്കകത്ത് അഭിപ്രായം ആർക്കും പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യമാണത്രേ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിനകത്ത് വളർന്നു വരുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, നീതിയുക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വെട്ടി വെയിലത്ത് വെച്ചിരിക്കുന്നത്. കാര്യം തമ്പ്രാന് നേരെ ഉരിയാടാനുള്ള ധൈര്യം നിനക്കുണ്ടോ? അല്ലെങ്കിൽ തമ്പ്രാന്റെ അടിമകൾക്ക് നേരെ നീ സംസാരിക്കാൻ തയ്യാറാകുമോ? ഇതായിരിക്കും നിന്റെ അവസ്ഥ എന്നുള്ള ശക്തമായ താക്കീതാണ് അഖിലിലൂടെ ബാക്കിയുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. ശംഭു പാൽക്കുളങ്ങരെ വരെ കഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സതീശന് എതിരഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ചൊറിച്ചിലുണ്ടാകുന്നതെന്ന് JS അഖിലിന്റെ ഈ പുറത്താക്കലിലൂടെ വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്.